സ്പാർക്ക് സംവിധാനത്തിൽ വളരെ വൈകി ഇൻക്രിമെൻ്റ് സാങ്ഷൻ ചെയ്യുമ്പോൾ സർവീസ് ഹിസ്റ്ററിൽ ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ എയ്ഡഡ് സ്കൂളുകളിൽ സംഭവിക്കാൻ സാധ്യതയില്ല. ഗവൺമെൻറ് സ്കൂളുകളാണ്, അതും ട്രാൻസ്ഫർ വന്നിട്ടുള്ള ടീച്ചേഴ്സ്. ഇപ്പോൾ സർവീസ് ഹിസ്റ്ററിൽ കുറേ എൻട്രീസ് ഉണ്ടാവും. 2-3 വർഷമൊക്കെ ഈ പീരീഡിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് 23/11/2017 ഇൻക്രിമെൻ്റ് വരുന്ന ഒരാളാണ്. അവരിപ്പോൾ ഈ 2020 ഇപ്പോൾ ഇൻക്രിമെൻ്റ് പാസ്സാക്കി കൊടുക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ 2017 ആ സമയത്തിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ 2-3 സ്കൂളുകളിൽ ഈ ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് ഹിസ്റ്ററി മൊത്തത്തിൽ പ്രശ്നമാണ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രോബ്ലം ഒന്ന് കാണിക്കാം. സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദ മന്തിൽ പ്രസൻറ്റ് സാലറിയിൽ വരുമ്പോൾ ഇവിടുന്ന് ഞാൻ ആ പർട്ടിക്കുലർ ടീച്ചറിനെ സെലക്ട് ചെയ്യണം. ഇവരുടെ കേസ് തന്നെയാണ് ഞാൻ ആദ്യം ഇൻക്രിമെൻ്റ് സാങ്ഷൻ ചെയ്യുന്നത് കാണിച്ചു തന്നത്. ഇവിടെ ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു എറർ മെസ്സേജാണ് വരുന്നത്. ദെയർ ആർ എൻട്രീസ് ഇൻ സർവീസ് ഹിസ്റ്ററി ഗ്രേറ്റർ ദാൻ ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ്. പ്ലീസ് കറക്റ്റ് ദ സർവീസ് ഹിസ്റ്ററി ഓർ അപ്ഡേറ്റ് ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ്. ഒന്നുകിൽ ഈ ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ് ഇവിടെ 1/1/2018 അത് ശരി തന്നെയാണ്. ഈ ഡേറ്റ് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഓഫീസ് ഡേറ്റ് അത് ഇതിനൊന്ന് ചേഞ്ച് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടീച്ചർ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്, ഇപ്പോൾ എൻ്റെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത് 18/11/2019 അപ്പോൾ ഇവിടെ വരേണ്ടത് ശരിക്ക് 18/11/2019. അതിൻ്റെ ശേഷം അവർക്ക് ഇൻക്രിമെൻറ്റുകളൊന്നും ഇവിടുന്ന് സാങ്ഷൻ ആയിട്ടില്ല. ആ ഡേറ്റിന് മുമ്പാണ് ഇൻക്രിമെൻ്റ് ഉള്ളത്. ഇവിടെ വരേണ്ടത് 18/11/2019 ലാസ്റ്റ് പേ ചേഞ്ച് ഡേറ്റ് വരേണ്ടത്. അത് കൊടുത്തിട്ട് നമുക്കൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. മിക്കവാറും അത് സേവ് ആവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്ഡേഷൻ സക്സസ്ഫുൾ. അപ്പോൾ ഈ ഡേറ്റ് കറക്റ്റായി. ഇനി സർവീസ് ഹിസ്റ്ററി ഇതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. 17/11 വരെ സർവീസ് ഹിസ്റ്ററി വരണം. അപ്പോൾ നമുക്ക് ഈ സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ പോവാം. എന്നിട്ട് അവിടുന്ന് ഈ ടീച്ചറിനെ ചൂസ് ചെയ്യാം. ഇവിടുന്ന് ടീച്ചറിനെ ചൂസ് ചെയ്തു. എന്നിട്ട് സർവീസ് ഹിസ്റ്ററിയിൽ വരികയാണ്. സർവീസ് ഹിസ്റ്ററിൽ വന്നിട്ട് സർവീസ് ഹിസ്റ്ററി ലോക്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം. ആദ്യം അൺലോക്ക് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളാകുമ്പോൾ അവിടെ തന്നെ അവർക്ക് തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റും. എയ്ഡഡ് സ്കൂളാകുമ്പോൾ എനിക്ക് സംശയമുണ്ട് അത് RDD തലത്തിൽ നിന്ന് വേണ്ടി വരും എന്നുള്ളത്. അൺലോക്ക് എംപ്ലോയി റെക്കോർഡ്. ഇവിടെ സ്കൂൾ തിരഞ്ഞെടുത്ത്, ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുത്ത്, സ്കൂൾ തിരഞ്ഞെടുത്ത് ആ ടീച്ചറിനെ തിരഞ്ഞെടുത്താൽ നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് അൺലോക്ക് ചെയ്യാനുള്ളത് സർവീസ് ഹിസ്റ്ററിയാണ് നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സർവീസ് ഹിസ്റ്ററി അൺലോക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇതാണ് സർവീസ് ഹിസ്റ്ററി. അപ്പോൾ അൺലോക്ക് ചെയ്യുന്ന റീസൺ കൊടുക്കണം. ടു മേക്ക് കറക്ഷൻസ്. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടല്ലോ, ഡ്യൂ ടു ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ആയപ്പോഴാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഞാൻ നമുക്ക് പിന്നീട് എന്തുകൊണ്ട് ചെയ്തു എന്നൊരു ചോദ്യം വന്നാൽ അത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുത്തിട്ടാണ്. എന്നിട്ട് അൺലോക്ക് ചെയ്യണം. സക്സസ്ഫുള്ളി അൺലോക്ക്ഡ്. ഇനി നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരണം. എന്നിട്ട് ഇവിടുന്ന് ആ ടീച്ചറിനെ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നേരെ സർവീസ് ഹിസ്റ്ററിൽ വരിക. ഇപ്പോൾ അത് അൺലോക്ക്ഡ് ആയിരിക്കും. കണ്ടോ, ലോക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാം. ഇതിൽ വന്നിട്ട് ലാസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18/11/2019 ഒരു എൻട്രിയുടെ കിടപ്പുണ്ട്. ഈ എൻട്രി വേണ്ടാത്തതാണ്, അത് ആവശ്യമില്ല. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം 18/11/2019 എന്ന് പറഞ്ഞത് ലാസ്റ്റ് ഓഫീസ് ചേഞ്ച് ഡേറ്റാണ്. നമ്മളിപ്പോൾ അവിടെ പ്രസൻറ്റ് സാലറിയിൽ കൊടുത്തു. ഈ എൻട്രിയുടെ കിടക്കുന്നതുകൊണ്ടാണ് അവിടെ എറർ വരുന്നത്. ഓക്കെ, ഇനി വേണ്ട ചേഞ്ചസ്. ഇവരുടെ ഇൻക്രിമെൻ്റ് സാങ്ഷനായി വരുന്നത് 23/11/2017 അതായത് ഈ ഡേറ്റാണ് 23/11/2017. 23/11/2017 മുതൽക്ക് അങ്ങോട്ട് 40-500 വരേണ്ടത്. അതുപോലെ എൻട്രി എക്സ്ട്രാ കയറിയിട്ടുണ്ട്. ഈ എൻട്രി തെറ്റാണ്, ഇത് കളയാം. അപ്പോൾ അത് ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കിയതുകൊണ്ട് അതിൻ്റെ പേരിൽ എൻട്രി വന്നതാണ്. അത് സ്പാർക്കിൽ ഇങ്ങനെ ബാക്ക് ഡേറ്റിലുള്ള അതിൻ്റെ ശേഷം ട്രാൻസ്ഫറൊക്കെ നടന്ന ആളുകൾക്ക് ബാക്ക് ഡേറ്റിലുള്ള വല്ല പിന്നെ ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ആക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ എൻട്രി ഇല്ലാത്തതിനത് കളഞ്ഞു. അത് കളഞ്ഞിട്ട് ഇവിടെ ഈ 23/11/2017 40-500 ആവുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പോകണം. 39,500 ബേസിക്ക് അത് 40,500 ആക്കി കൺഫേം ചെയ്തു. പിന്നെ അടുത്ത ഇൻക്രിമെൻറ്റ് ചേഞ്ച് വരുന്നത് 1/1/2018 നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് 41,500 ആവുന്നത് 1/1/2018 ആ പീരീഡിലെ ടീച്ചർ എവിടെയാണ് നോക്കാം. 1/1/2018 1/1/2018 ഈ ടീച്ചർ ഇപ്പോൾ വീണ്ടും പഴയ അത് ഈ സ്കൂളിൽ തന്നെയാണ്, ഒന്നാമതുള്ള സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 27/10/2018 ഉണ്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ എൻട്രി ഒന്നും കൂടി എടുത്തിട്ട്
അത് എൻട്രി ഒന്നുകൂടെ എടുത്തിട്ട് ഇവിടെ ഈ ഡേറ്റ് മാറ്റുക, 31/12/2017 ആക്കുക, 31/12/2017 വരെ ആക്കുക. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് അവിടെ വരും. ഓക്കെ, അത് ഫോർനൂൺ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി 23/12/2017 31/12/2017 ആയി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 28/10/2018 ആണ്. അപ്പം 1/1/2018 മുതൽ 27/10/2018 വരെ ഇതേ സ്കൂളിൽ തന്നെ, മുമ്പുള്ള അതേ സ്കൂളിൽ തന്നെ ഒരു ഹിസ്റ്ററി കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് ക്യാൻസൽ ബട്ടൺ അടിച്ചിട്ട് ഇവിടുന്ന് വീണ്ടും ഒന്നേന്ന് ചെയ്യുക. എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി തിരഞ്ഞെടുക്കുക, എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി, ദെൻ ഡിസ്ട്രിക്റ്റ് മലപ്പുറത്ത് തന്നെയാണ് അവരുടെ ആ സമയത്തുള്ള പോസ്റ്റിങ്. നമ്മുടെ സ്കൂളല്ല, ആ സമയത്തുള്ള സ്കൂളാണ് സെലക്ട് ചെയ്യുന്നത്. ആ സ്കൂളിൽ എഴുതാനും 1-2 അക്ഷരങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. 2-3 അക്ഷരം ടൈപ്പ് ചെയ്താൽ കറക്റ്റ് ആ സ്കൂൾ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഡെസിഗ്നേഷൻ വേണം. ഡെസിഗ്നേഷൻ സെറ്റ് ചെയ്തു. ശേഷം കാറ്റഗറി സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആണിത്, സ്റ്റേറ്റ് സബോർഡിനേറ്റ്. പിന്നെ ഡേറ്റ് നമ്മൾ പറഞ്ഞല്ലോ 1/1/2018 ഫോർനൂൺ മുതൽ നമുക്ക് വേണ്ടത് 27/10/2018 വരെ ഉള്ളൊരു എൻട്രിയാണ് അധികം വേണ്ടത്. ആ സമയത്തുള്ള ബേസിക് പേ 41,500 ആണ്. 41,500. ഇതിപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് പഴയ കാലഘട്ടത്തിലുള്ള ഒരു ഇൻക്രിമെൻ്റ് ഇപ്പോൾ ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി സർവീസ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആഡ് ചെയ്തത് കൺഫേം ചെയ്യാനുള്ള ബട്ടൺ കിട്ടുന്നില്ല. ജസ്റ്റ് സർവീസ് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടി വരും എന്ന പ്രശ്നം. അത് സ്പാർക്കിലുള്ളൊരു ചെറിയ സോഫ്റ്റ്വെയർ ട്രബിളാണ്. ചെയ്തു വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. മലപ്പുറം ഇവിടുന്ന് സ്കൂളിൽ 2-3 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ചെയ്താൽ എളുപ്പമുണ്ടാവും. ആ സ്കൂൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡെസിഗ്നേഷൻ, ഡെസിഗ്നേഷൻ എടുത്തു. ശേഷം കാറ്റഗറി സ്റ്റേറ്റ് സബോർഡിനേറ്റ്, അതിനുശേഷം ഡേറ്റ് 1/1/2018 ഫോർനൂൺ, ദെൻ 27/10 27/10/2018 ആഫ്റ്റർനൂൺ വരെയാണ് എൻട്രി വരേണ്ടത്. ബേസിക് വരേണ്ടത് 41,500. എന്നിട്ട് കൺഫേം ചെയ്യും. കൺഫേം ചെയ്യുമ്പോൾ ഇവിടെ ഈ സെക്കൻഡ് പേജിൽ ഇപ്പോൾ കറക്റ്റായിട്ട് എൻട്രി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർക്ക് ഇൻക്രിമെൻറ്റ് സാങ്ഷനായ ഡേറ്റ് വെച്ചിട്ട് നോക്കാം. 23/12/2017 അത് വീണ്ടും അത് കറക്റ്റായിട്ട് കൺഫേം ആയിട്ടില്ല. 23/12/2017 അത് 39,500 പകരം 40,500 ആവാനുണ്ട്. അത് 40,500 ആയിട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം. നേരത്തെ കൺഫേം ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് 40,500 ആയി. ഇവിടുന്ന് ഇങ്ങോട്ട് 41,500 ആയി. ഇനി ഈ പീരീഡിലൊക്കെ പഴയ ബേസിക്കാണ് കിടക്കുന്നത്. അതൊക്കെ ഓരോന്നും എടുത്ത് എഡിറ്റ് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് സാധാരണ ഇതൊക്കെ പ്രശ്നം വരില്ല കേട്ടോ. ഇത് ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻക്രിമെൻറ്റ് കുറേ കാലം കഴിഞ്ഞ് കൊടുക്കുകയും അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ടീച്ചർ ഒരുപാട് ട്രാൻസ്ഫറും മറ്റൊക്കെ ആവുകയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അല്ലാതെ നമുക്കിത് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഓക്കെ, 41,500. ഇപ്പോൾ ട്രാൻസ്ഫർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും എൻട്രി ഒന്നും കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവർക്ക് പലതരത്തിലുള്ള ട്രാൻസ്ഫറുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ഒരു ട്രാൻസിറ്റ് പീരീഡും കൂടി ബാക്കിയുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയായി. ഇതൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ കൺഫേം ചെയ്യുമ്പോൾ ഈ ഫോർനൂൺ ആഫ്റ്റർനൂൺ നിർബന്ധമാണ്. സ്പാർക്ക് നിന്ന് ഓട്ടോമാറ്റിക്കലി സർവീസസ് വരുമ്പോൾ ചിലപ്പോൾ ഫോർനൂൺ ആഫ്റ്റർനൂൺ ഉണ്ടായില്ല എന്ന് വരും. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. 23/12/2017 ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് 40,500 1/1/2018 കംപ്ലീറ്റ് 41,500. ബ്രേക്ക് എവിടെയില്ല. 27/10 28/10 29/10 30/8 6/9 7/9 8 15/11 16/11 17/11 18/11 മുതൽ ഈ സ്കൂളിലെ പ്രസൻറ്റ് സാലറിയിൽ ലാസ്റ്റ് പേജ് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. 18/11/2019 മുതൽ. ഓക്കെ.